തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിലേമോന്റെ ലേഖനം 7-ാമത്തെ വാക്യം. സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. വേദപുസ്തകത്തിൽ ഒരു അധ്യായം മാത്രമുള്ള 5 പുസ്തകങ്ങളൊന്നാണ് ഫിലേമോന്റെ ലേഖനം. തികച്ചും സ്വകാര്യമായ ഒരു വിഷയത്തെപ്പറ്റി പൗലോസ്ലീഹ ഫിലേമോൻ എഴുതുന്ന ഒരു വ്യക്തിപരമായ കത്താണ് ഈ ലേഖനം. ഫിലേമോനെ കുറിച്ച് പൗലോസിന്റെ വ്യക്തിപരമായ സാക്ഷ്യവും തകരുന്ന വ്യക്തിബന്ധങ്ങളെ എങ്ങനെ കൂട്ടിയോജിപ്പിച്ച് ഊഷ്മളമായി നിലനിർത്താം എന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണവുമാണ് ഈ ലേഖനത്തെ വളരെയേറെ പ്രസക്തമാക്കുന്നത്. പൗലോസ് തന്റെ മിഷണറി യാത്രാ വേളയിൽ എങ്ങും പരാമർശിക്കാത്തൊരു പേരാണ് ഫിലോമോന്റേത്. ഇദ്ദേഹം കൊലോസ്യ സഭയിലെ ധനാഢ്യനായ ഒരു വ്യക്തിയും അവിടുത്തെ സഭയുടെ പ്രവർത്തനങ്ങൾക്കും വളർച്ചയ്ക്കും വേണ്ടി തൻ്റെ ധനവും സമയവും മുഴുവനായി വിട്ടുകൊടുത്ത ആളുമായിരുന്നു എന്നാണ് വേദപണ്ഡിതരുടെ അഭിപ്രായം. ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് അവിടുത്തെ ഞായറാഴ്ച ആരാധന നടത്തിയിരുന്നത്. ആദിമസഭയിൽ ഇന്നത്തേതുപോലെ ദേവാലയങ്ങൾക്ക് സ്ഥലമോ കെട്ടിടമോ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ അതാത് പ്രദേശങ്ങളിലെ സ്ഥലസൗകര്യമുള്ള ഭവനങ്ങൾ തിരഞ്ഞെടുത്ത് ആരാധനയ്ക്ക് ഒത്തുകൂടുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. ഫിലേമോൻ കൊലോസ്യ സഭയുടെ ആദ്യ ബിഷപ്പായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമെല്ലാം മുഴുവൻ സമയ സുവിശേഷ പ്രവർത്തകരായിരുന്നുവെന്നും ചരിത്രം സാക്ഷിക്കുന്നു. പൗലോസ് ഫിലേമോന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം കൊലോസ്യ സഭയിൽ നിർവഹിക്കുന്ന സാക്ഷ്യമുള്ള സേവനങ്ങളെക്കുറിച്ചും വളരെയേറെ കേട്ടും കത്തുകൾ മുഖേന പരസ്പര ആശയവിനിമയം നടത്തിയും വിശ്വാസത്തിന്റെ ആത്മാവിൽ ഒരു വലിയ സൗഹൃദവും കൂട്ടായ്മയും ഫിലോമോനുമായി നിലനിർത്തിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഫിലേമോന്റെ ഒരു അടിമയായിരുന്ന ഒനേസിമോസ് എന്ന ആൾ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ആ ഭവനത്തിൽ നിന്ന് ഓടിപ്പോവുകയും റോമിൽ പൗലോസ് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ അവിടെ എത്തി പൗലോസിനെ ശുശ്രൂഷിക്കുകയും മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനിയാവുകയും ചെയ്തു. ക്രിസ്ത്യാനിയായ ഒനേസിമോസിനെ തിരികെ തൻ്റെ ഭവനത്തിൽ അടിമയായല്ല ഒരു സഹോദരനെ പോലെ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവൻ്റെ കൈവശം ഫിലേമോനെ കൊടുത്തുവിടുന്ന കത്താണ് ഈ ലേഖനം. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു അടിമയ്ക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമോ അസ്തിത്വമോ ഒന്നുമില്ലാത്ത മൃഗതുല്യമായ പരിഗണന മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന ചരിത്ര വസ്തുത നമുക്ക് അറിവുള്ളതാണല്ലോ. അതിലുപരി ഫിലോമോന്റെ വീട്ടിൽ ഏതോ ഗുരുതരമായ ക്രമക്കേട് കാണിച്ച് അദ്ദേഹത്തിന് അനുവാദമില്ലാതെ ഓടിപ്പോയ ആളുമാണ് ഈ അടിമ. അയാളുടെ പേരിൽ ഏതു തരത്തിലുള്ള ക്രിമിനൽ നടപടികൾക്കും ഫിലേമോന് അവകാശമുണ്ട് എന്നിരിക്കെ അതെല്ലാം ക്ഷമിച്ച് അവനെ സ്വീകരിക്കണം എന്നാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്. ഒരു തകർന്ന ബന്ധത്തെ ഉറപ്പിക്കുവാൻ പൗലോസ് നടത്തുന്ന ശ്രമവും അതിനുപയോഗിക്കുന്ന നയപരമായ സമീപനവുമാണ് ഈ ലേഖനത്തിലെ പ്രധാന സന്ദേശം. നിന്നോട് ഈ കാര്യത്തിൽ കൽപ്പിക്കുവാൻ എനിക്ക് അവകാശവും അർഹതയും ഉണ്ട് എന്നിരിക്കെ ഞാൻ അത് ചെയ്യുന്നില്ല, മറിച്ച് സ്നേഹനിമിത്തം അപേക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് പൗലോസ് തുടങ്ങുന്നത്. 9-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. ഒനേസിമോസ് നിന്നോട് എന്തെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക, ഞാനത് വീട്ടിക്കൊള്ളാം. നീ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ അവനെയും സ്നേഹിക്കണം. എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു പൗലോസിന്റെ സമീപനം. തകർന്ന ബന്ധങ്ങളിലെല്ലാം നാം സ്വീകരിക്കേണ്ട വലിയ മാതൃകാപരമായ സമീപനം ഇവിടെ പൗലോസിൽ നാം കാണുകയാണ്. അനുരഞ്ജനം, ക്ഷമ, കൂട്ടായ്മ, റെക്കൺസിലിയേഷൻ, ഫോർഗീവ്നെസ് ആൻഡ് ഫെലോഷിപ്പ്, ഇത് 3 ആണ് ക്രിസ്തീയ ഐക്യത്തിന്റെ നെടുംതൂണുകൾ. ഇത് 3 നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ പൗലോസ് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്, ഫിലോമോനെ കുറിച്ച് കൊലോസ്യ സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന നല്ല സാക്ഷ്യം പൗലോസ് എടുത്തു പറഞ്ഞ് അവനെ അഭിനന്ദിക്കുന്നു. നീ ക്രിസ്തുവിനെയും സകല വിശുദ്ധന്മാരെയും സ്നേഹിച്ചവനാണ്. 2, നീ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചവനാണ്. 3, നീ സ്നേഹം കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തവനാണ്. 4, നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പാട് കാണിച്ചിട്ടുള്ളവനാണ്. 5, നിന്റെ അനുസരണം എനിക്ക് ബോധ്യമായിട്ടുള്ളതാണ്. ബന്ധങ്ങൾ ഉറപ്പിക്കുവാൻ എപ്പോഴും മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങളെ കണ്ടുപിടിച്ച് അതിലവരെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യണം എന്നും അതേസമയം തന്നെ ഒരു ക്രിസ്ത്യാനി ഫിലേമോനെ പോലെ നല്ല സാക്ഷ്യമുള്ളവനായി സമൂഹത്തിൽ വർത്തിക്കണമെന്നും ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളത കാത്തു സൂക്ഷിക്കുവാൻ നാം സ്വീകരിക്കേണ്ട സൗമ്യതയും വിനയവും ഉപയോഗിക്കുന്ന വാക്കുകളുടെ മനോഹാരിതയും മറ്റുള്ളവരോട് കാണിക്കേണ്ട ആദരവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ചെറിയ ലേഖനം നമ്മുടെ ആന്തരിക കണ്ണുകളെ വലുതായി തുറപ്പിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഈ ലേഖനം ഒരു വലിയ മാതൃകയായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.